നമസ്കാരം. കലോത്സവം സ്പെഷ്യൽ ലൈവ് ടെലികാസ്റ്റിങ്ങിൻ്റെ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോക്കകത്തും പുറത്തും ഒക്കെയുള്ള ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 19-ാം തീയതി തൊട്ട് ഇന്ന് വരെ ഒരുപാട് ദിവസങ്ങളിലായി പയ്യന്നൂരിൻ്റെ മണ്ണിൽ ഇങ്ങനെ കൗമാര കലാമാമാങ്കം ഇങ്ങനെ അരങ്ങേറുമ്പോൾ കണ്ണൂർ വിഷനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ദിസ് ഇസ് സ്പോൺസർഡ് ബൈ ലസാറോ ഏവിയേഷൻ അക്കാഡമി ആൻഡ് കോ സ്പോൺസർഡ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് KMG ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ട് ഈ തവണത്തെ കണ്ണൂർ റവന്യൂ ഡിസ്ട്രിക്ട് കലോത്സവം നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മിടുക്കികളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലധികം ഇനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയവർ, ആദ്യമായിട്ട് കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ വർഷം തന്നെ ജില്ലാ കലോത്സവത്തിൽ 1-ാം സ്ഥാനം നേടിയവർ, അങ്ങനെ ഒരുപാട് മിടുക്കന്മാരും ആൻഡ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരു മിടുക്കനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യമായിട്ട് കലോത്സവത്തിൽ പങ്കെടുത്തതാണ്. എന്നിട്ട് ആദ്യമായിട്ട് പങ്കെടുത്ത ആദ്യത്തെ ഇനത്തിൽ തന്നെ ആള് 1-ാം സ്ഥാനം നേടി എവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ യോഗ്യനായിരിക്കുകയാണ്. സോ വളരെ സന്തോഷപൂർവ്വം കണ്ണൂർ വിഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് ഈ മിടുക്കനെയും കൂടെ തന്നെ സാറിനെയും രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ടു കണ്ണൂർ വിഷൻ ലൈവ് ടെലികാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മോൻ്റെ പേര് മോൻ തന്നെ പറഞ്ഞോളൂ. എന്താ പേര്? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ശ്രീകൃഷ്ണൻ. ഞാൻ 9-ാം ക്ലാസ് പഠിക്കുന്നു. GVHSS ചെറക്കര തലശ്ശേരിയിലാണ്. അതേപോലെ തന്നെ ഞാൻ തലശ്ശേരി ചിൽഡ്രൻസ് ഹോം ഫോർ ബോയ്സ് തലശ്ശേരിയിലാണ് നിൽക്കുന്നതെന്ന്. അടിപൊളി. ഞാൻ പറയട്ടെ, ഇത് ഇന്ന് കുറേ പേരെ ഞങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് കുറേ കാലം എടുക്കുന്നു. അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മൊത്തം കാര്യം എനിക്കിനി പ്രത്യേകിച്ച് ചോദിക്കാനില്ല. ആളുടെ എന്ത് ചെയ്യാണ്, ഏത് സ്കൂളിലാണ്, ഇതൊക്കെ ഓരോരോ ചോദ്യമാണ്. അപ്പം വളരെ നന്നായി സ്ട്രക്ചേർഡ് ആയിട്ട് ഇന്ന ആളാണ്. നല്ല സ്മാർട്ടാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ അറിയാമല്ലോ, വളരെ സ്മാർട്ടായി നല്ല ഇൻട്രോ. എനിക്ക് തോന്നുന്നു ഇവൻ ഭാവിയിൽ എന്തെങ്കിലും ഒരു ജോബിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ യു ക്യാൻ റോക്ക് ദെയർ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അടിപൊളിയാണ്. ശ്രീകൃഷ്ണ പേര് പോലെ തന്നെ കാണാനും അടിപൊളിയാണ്. ആ പുഞ്ചിരിച്ചുകൊണ്ട് നല്ല ഭംഗിയായിരിക്കുന്നുണ്ട് കേട്ടോ, ശ്രീകൃഷ്ണൻ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻസ് ഹോമിലാണ്. അപ്പോൾ സാറ് അവിടുത്തെ ഞാൻ അവിടുത്തെ സൂപ്രണ്ടാണ്. നല്ല സന്തോഷം. കാരണം രണ്ടുപേരും ചേർന്ന് ഈ ഒരു സന്തോഷത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്ന ഞങ്ങൾക്കും എനിക്കറിയാം കാണുന്ന പ്രേക്ഷകർക്കും ഒത്തിരി സന്തോഷം ഉണ്ടാവുന്നു. മോണോ ആക്ടിനാണ് അല്ലേ 1-ാം സ്ഥാനം വാങ്ങിയത്. മിടുക്കൻ. ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വേറൊരു കാര്യം ഞാൻ അറിഞ്ഞു, അത് ആദ്യം തന്നെ പറയേണ്ടതാണ്. മാഷ് പറഞ്ഞു വേറൊരു ഐറ്റത്തിനും കൂടെ ആൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേകത ഉണ്ടല്ലേ മാഷേ? എന്തായിരുന്നു? ഒരു ഭരതനാട്യത്തിന് പങ്കെടുത്തു. ആൾ ഇതുവരെ ഭരതനാട്യം പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾ സ്വന്തമായിട്ട് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് അതിൻ്റെ ബാക്കിലുള്ള മോട്ടീവ് എന്തോ ആയിക്കോട്ടെ, ഒരു ചെറിയൊരു മോട്ടീവിൻ്റെ പുറത്ത് ആൾ തുടങ്ങിയതാണ് അല്ലേ? അങ്ങനെ തുടങ്ങിയ ഒരു കാര്യം. അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് ആരെങ്കിലും കാണിക്കണമെങ്കിൽ നമുക്കത് ചെയ്ത് കാണിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഒരു ടീച്ചറുടെ കൂടെ സഹായത്തിൽ അല്ലെങ്കിൽ ആൾ ഒറ്റയ്ക്കും അല്ലേ പഠിച്ചൊരു കാര്യമാണ്. വളരെ അത്ഭുതമുണ്ട്. അതിനൊരു ഷെയ്ക്കാൻ്റെ തന്നേ പറ്റൂ. ഭരതനാട്യമൊക്കെ ഇങ്ങനെ പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായി പഠിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പം എന്തായാലും നല്ല ഗ്രേഡോട് കൂടി തന്നെ അവിടുന്ന് റിസൾട്ടും കിട്ടി. അടിപൊളി അല്ലേ? സബ് ജില്ലയിലും പറഞ്ഞോളൂ. സബ് ജില്ലയിൽ വരെ കുട്ടി എത്തി. അത് എന്നിട്ട് അവൻ്റെ ആ പെർഫോമൻസ് കണ്ട് സത്യത്തിൽ ആ സ്കൂളിലെ ടീച്ചേഴ്സ് പോലും, അതുപോലെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ടീച്ചർമാർ പോലും ഞെട്ടി അതിശയപ്പെട്ടു. എന്തുകൊണ്ട് കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പാർക്ക് ഉണ്ട് ആ സംസാരത്തിലായാലും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു കാര്യം, രണ്ടും വലിയ കാര്യമാണ്. അവൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കിയിരിക്കും. അത് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, 2 ദിവസം 2 ദിവസം. ഈ മോണോ ആക്ട് തന്നെ 2 ദിവസത്തെ ട്രെയിനിങ് ആണ് അവന് കിട്ടിയത്. ബാക്കിയൊക്കെ രാത്രിയും പകലും നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ അവൻ അത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സ്വയം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് ഒരു വലിയ മെസ്സേജ് ആണ് ഇതിലൂടെ കൊടുക്കാനുള്ള ഈ ശ്രീകൃഷ്ണൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ എത്ര വലിയ കാര്യമായാലും നിങ്ങൾക്ക് സിമ്പിളായി നേടിയെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ നമുക്ക് പ്രേക്ഷകർ കൊടുക്കാനില്ലേ? അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ഇൻട്രോ ഒക്കെ കേട്ട് ശ്രീകൃഷ്ണനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അതും കൂടെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പം നമുക്കറിയാം മോണോ ആക്ട് നമുക്കങ്ങനെ ചെയ്യാൻ ഈ ഒരു സ്റ്റുഡിയോൻ്റെ പരിമിതിക്കുള്ളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം. എന്നാൽ കൂടി എനിക്കും കൂടെ കാണാനൊരാഗ്രഹം ഉണ്ടല്ലേ?
നമുക്കൊരു ചെറിയ ഭാഗം ഏതെങ്കിലും, ഞാൻ പ്രേക്ഷകരോട് പ്രത്യേകം പറയാണ്, ഇവിടെ ഇരുന്ന് കൊണ്ട് ചെയ്യേണ്ട ഒരു സാധനമല്ല മോണോ ആക്ട്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വരണമെങ്കിൽ നമുക്ക് നിന്ന് ആ ഒരു ക്യാരക്ടറായി അല്ലേ അങ്ങനെ ചെയ്യേണ്ടതാണ്. എനിക്കും കൂടെ ഞാനും ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം. പക്ഷെ എന്നിരുന്നാൽ കൂടി പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് ഇരുന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വളരെ ചെറിയ രീതിയിൽ മിനിയേച്ചർ വേർഷൻ എന്ന് പറയാം അല്ലേ, ഒരു ചെറിയ പോർഷൻ്റെ. റെഡി അല്ലേ? ഓക്കെ. ബേസാരിക്കണോ ദാശരഥ രാമ ക്ഷത്രിയ പുങ്കവനായ തനിക്ക് ആന്തളകുലോതൂകനായ നോമിനെ ഉപഹാരായിട്ട് അങ്ങിട്ട് തരാൻ ഇതിലും വലിയൊരു കാഴ്ചയല്ലാണ്ട് മറ്റൊന്നില്ല. ശൂദ്രഗർഭമേ, ഉന്നത കുലജാതര് മാത്രം ചെയ്യണ കടുന്തവം കൊടും വനത്തിൽ വന്നനുഷ്ഠിക്കാൻ തനിക്കാരധികാരം തന്നു. അടിപൊളി. ആ ക്യാരക്ടറായിട്ട് പെട്ടെന്ന് അങ്ങ് മാറിയല്ലേ? തീർച്ചയായും ഇവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ക്യാരക്ടറായിട്ട് പെട്ടെന്ന് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവന്റെ ഒരു പ്രത്യേകത. കൂടുതൽ ഭാവാഭിനയങ്ങളാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്നത്. അതെ അല്ലേ? പാവായിട്ട് ശ്രീകൃഷ്ണൻ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ആ ഒരു ഉന്നതാധികാരിയായി സംസാരിക്കുക വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ. ജാതി വ്യവസ്ഥക്കൊക്കെ എതിരെയുള്ള ശക്തമായൊരു മോണോ ആക്ട് ആണെന്ന് ഈ ഒരു ചെറിയ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മനസ്സിലായി. എന്തായാലും സ്റ്റേറ്റിലോട്ട് പോകാൻ പോകണം ആദ്യമായിട്ട് ഒരു ചരിത്ര സംഭവമാണ് അല്ലേ? അവിടുന്ന് വേറെ ഏതെങ്കിലും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? 3 കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവൻ മാത്രമാണ് സ്റ്റേറ്റിലേക്ക് ക്വാളിഫൈ ചെയ്ത് വന്നത്. മിടുക്കൻ. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് കുട്ടികൾ ഇതുപോലെ എത്താൻ അടുത്ത വർഷം പറ്റട്ടെ. തീർച്ചയായും ശ്രീകൃഷ്ണൻ അവർക്കൊക്കെ ഒരു ഇത് ഇവിടെ മാത്രമല്ല മറ്റ് ജില്ലകളിലും ഇതുപോലെ ചിൽഡ്രൻസ് ഹോമുകളുണ്ട്. അവിടെയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് ശ്രീകൃഷ്ണൻ മാറും എന്നാണ് ഞങ്ങൾ ഉറപ്പായിട്ടും. ഇനിയും ശ്രീകൃഷ്ണന്റെ പേര് പല വേദികളിലൂടെ പല സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ പറയും എല്ലാവരോടും. എന്നാൽ ഇത് ഉള്ളിൽ തട്ടി പറയുന്നത് ചില സന്ദർഭങ്ങളിലായിരിക്കും കുറച്ച് നന്നായിട്ട്. അതുപോലെ ആത്മാർത്ഥമായി ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ ഇവിടെ ഒന്നല്ല, ഇനി ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് വേദി അഭിനയത്തിന്റെ കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റട്ടെ. നല്ല മിടുക്കനായി നല്ലൊരു ജോലിയൊക്കെ നേടി അടിപൊളിയായി വരട്ടെ എന്ന എല്ലാവിധ ഭാവുകങ്ങളും. അതുപോലെ തന്നെ സ്റ്റേറ്റിൽ പോവാണ്, കൂടെ എല്ലാവരും ഉണ്ട്, ഇത്രയും സപ്പോർട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ട് അല്ലേ? അതൊരു ഭാഗ്യമാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും റെഡി അല്ലേ? ഇനി നന്നായി പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞതൊക്കെ അവിടെ പോയി, അവിടെ ഇനി ഒരുപാട് ചാനലുണ്ടാവും ട്രിവാൻഡ്രത്ത്, നമുക്ക് അവിടെ പോയി ഇത് പറയാൻ പറ്റണം ഇതേപോലെ രണ്ടുപേർക്കും ചേർന്നല്ലേ? തീർച്ചയായും സമ്മാനം വാങ്ങിക്കുക. ഓക്കെ, വാങ്ങൂലേ? റെഡി അല്ലേ? ഓക്കെ. എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നേ പറയാനുള്ളൂ, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പ്രയത്നിച്ചാൽ മാത്രമേ നേടാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ എത്ര പ്രയത്നിക്കണം അത്രത്തോളമായിരിക്കും അതിൻ്റെ ഫലം കിട്ടുക. അതേപോലെ തന്നെ നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റിന് വേണ്ടിച്ചല്ല, ബെസ്റ്റായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം ഫസ്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പം അത്ര എനിക്ക് പറയാനുള്ളൂ. അടിപൊളി. എന്താ പറയാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചിന്തിക്കാൻ പോലും ഇല്ല, ആളങ്ങ് പറയാണ്. അതായത് നീ പറയല്ല, നീ അത് ചെയ്ത് കാണിക്കും കൂടെ ചെയ്തു. ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി 100% ഡെഡിക്കേറ്റ് ചെയ്യുക, റിസൾട്ട് പിന്നാലെ വന്നോളൂ അല്ലേ? ഞാനും അത് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ നിൻ്റെ വാക്ക്. അപ്പോൾ എന്തായാലും മോൻ ഇവിടം വരെ വന്നതിന് നമുക്ക് കണ്ണൂർ വിഷൻ നൽകുന്ന ഒരു ഉപഹാരമുണ്ട്. അപ്പോൾ കണ്ണൂർ വിഷനും അതുപോലെ തന്നെ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവല്ലേഴ്സും നൽകുന്ന ഒരു ചെറിയൊരു സ്നേഹോപഹാരം. ഇത് അവിടെ പോയി ഈ പറഞ്ഞ വാക്കുകളൊക്കെ അന്വർത്ഥമാവും വിധം റിസൾട്ട് കൈകളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മോനെ പരിചയപ്പെടാൻ പറ്റിയതിലും സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിലും ഈ ഒരു വിശേഷം അറിയാൻ പറ്റിയതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.